ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിടത്തും എത്തിപ്പെടാൻ പറ്റാതെ പോയവരും ഒരുപക്ഷെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിലുള്ളവരാണോ നിങ്ങൾ എങ്കിൽ കമൻ്റ് ചെയ്യണേ. അപ്പോൾ ജീവിതത്തിലെ ചില സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ സാഹചര്യമാകാം അങ്ങനെ ഒരു മേഖലയിൽ ഒരു കാര്യത്തിൽ അകപ്പെട്ടു പോയത്. ഒരുപക്ഷെ ഒറ്റയ്ക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം. മാത്രമല്ല, ഈ ലോകത്തിൽ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന തോന്നലും ഒപ്പം ഉണ്ടാകാം. എന്തുമാവട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളും കർത്താവിന് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിശ്വസിച്ചേ പറ്റൂ. ഈ ലോകത്തിനൊരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ രക്ഷിക്കാൻ ഈ ലോകത്തിലുള്ള ആർക്കും കഴിയില്ല. രക്ഷ നൽകാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. കണ്ടോ, രക്ഷിക്കുക മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമല്ല, നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. കണ്ടോ, നമ്മളൊരു അനുഗ്രഹമായി മാറും. അതായത് അതുവരെ നിന്നെ ഒരു വിലയുമില്ലാത്തവരുടെ മുൻപിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ, നിന്റെ തല എവിടെ കുനിഞ്ഞു പോയോ അവരുടെ മുൻപിൽ നിന്റെ തലയെ കർത്താവ് ഉയർത്തി നിർത്തും, നിന്നെ അനുഗ്രഹിച്ചുയർത്തും. എന്നിട്ട് അടുത്ത വാക്യം ഇത് പറയുകയാണ്, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. കണ്ടോ, ആദ്യം പറയുന്നു രക്ഷിക്കും, പിന്നെ അനുഗ്രഹിക്കും, പിന്നെ നിങ്ങൾക്ക് കരുത്ത് പകരും. അതാണ് കർത്താവിൻ്റെ സ്നേഹം. ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.